നമ്മളൊക്കെ ജീവിതത്തിൽ സമ്പന്നരാകണം, സുരക്ഷിതമായ ഭാവി വേണം, റിട്ടയർമെൻറ്റിൽ ആശങ്കയില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്കാണ് അത് സാധിക്കുന്നത്? വരുമാനം മതിയല്ലാത്തത് കൊണ്ടല്ല, പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് മലയാളികൾക്ക് പലപ്പോഴും പണം കയ്യിൽ നിലനിർത്താൻ കഴിയാത്തത്. ഈ വീഡിയോയിൽ മലയാളികൾ പണം സംരക്ഷിക്കാത്ത 5 പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. 1. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ, അതായത് കിട്ടുമ്പോൾ തന്നെ തീർക്കുന്ന സമീപനം. ജോബിൽ ഇൻക്രിമെൻ്റ് കിട്ടിയോ, ബിസിനസ്സിൽ അധികം പ്രോഫിറ്റ് കിട്ടിയോ, ആദ്യത്തെ മാസം തന്നെ അത് മുഴുവൻ ചെലവഴിക്കാൻ പുതിയ പ്ലാൻസ് തുടങ്ങും. ഉദാഹരണം, ഒരാൾക്ക് സാലറി 25,000 ആയിരുന്നു, അത് 35,000 സേവിങ്സിലേക്ക് 10,000 മാറ്റാനാവുമായിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ബൈക്ക്, EMI, ബ്രാൻഡഡ് ഡ്രസ്, വീക്കെൻഡ് റെസ്റ്റോറൻറ്റ് ബിൽസ്, ലൈഫ് സ്റ്റൈൽ മാച്ച് ചെയ്യാനായി അധികം കിട്ടിയ പണം മുഴുവൻ ചിലവാക്കും. ഒടുവിൽ 25,000 ആയിരുന്നാലും 35,000 ആയാലും കയ്യിലൊന്നും ശേഷിക്കാത്ത അവസ്ഥ. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇത് മാറാൻ വരുമാനം കൂടുമ്പോൾ ആദ്യം ചെലവ് കൂട്ടാതെ സേവിങ്സ് കൂട്ടുക. 2. പ്ലാനിംഗ് ഇല്ലായ്മ. വരുമാനം എത്ര, ചെലവെത്ര എന്ന് അറിയാത്തത് നിങ്ങളെ അപകടത്തിലാക്കും. നമ്മളിൽ പലർക്കും നമ്മളുടെ മന്ത്ലി ഇൻകം അറിയാം, പക്ഷേ മന്ത്ലി എക്സ്പെൻസസ് എഴുതി വെക്കുന്നവർ കുറവാണ്. എക്സാമ്പിൾ, ഒരു ഫാമിലിക്ക് 60,000 വരുമാനം, ഇലക്ട്രിസിറ്റി, ഗ്രോസറീസ്, റെൻറ്റ്, ട്രാവൽ എല്ലാം ചേർത്ത് 40,000 ചിലവാകും. ബാക്കി 20,000 ഉണ്ട് എന്ന് തോന്നും, പക്ഷേ മാസാവസാനം അതും എവിടെയോ പോയി കാണും. കാരണം പ്ലാൻ ഇല്ല. ഓരോ മാസവും ബഡ്ജറ്റ് നോട്ട്ബുക്കിൽ എഴുതുന്നവർക്കും മൊബൈൽ ആപ്പിൽ ട്രാക്ക് ചെയ്യുന്നവർക്കും സേവിങ്സ് കൂടുതലാണെന്ന് കാണാം. ഇതിൻ്റെ സൊല്യൂഷനായി നിങ്ങൾ 50-30-20 റൂൾ ഫോളോ ചെയ്യുക. അതായത് വരുമാനത്തിൻ്റെ 50% ആവശ്യങ്ങൾക്കും 30 ലൈഫ് സ്റ്റൈലിന്, 20 സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും മാറ്റിവെക്കുക. 3. ഷോ ഓഫ് കൾച്ചർ. മറ്റുള്ളവർ കാണണം, അവരെ കാണിക്കണം എന്നുള്ള മനോഭാവം. കേരളത്തിലെ ഫങ്ഷൻസിലും സോഷ്യൽ മീഡിയയിലും എല്ലാം പണം ചെലവഴിക്കുന്നത് പലപ്പോഴും നീഡ് കൊണ്ടല്ല, ഷോ കൊണ്ടാണ്. വിവാഹത്തിന് 20 ലക്ഷം ചെലവാക്കിയാൽ മതിയായിരുന്നു, പക്ഷേ അവർ അത് ചെയ്തിട്ടുണ്ട്, നമുക്കും ചെയ്യണം എന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ട് 50 ലക്ഷം ചെലവാക്കും. അതിൻ്റെ ലോൺ തീർക്കാൻ വരാനിരിക്കുന്ന വർഷങ്ങൾ മുഴുവൻ സ്ട്രഗിൾ ആയിരിക്കും റിസൾട്ട്. ഇൻസ്റ്റഗ്രാമിൽ ഫുഡ്, ട്രാവൽ, ഗാഡ്ജറ്റ്സ് എല്ലാം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നവരെ നമുക്ക് ചുറ്റും കാണാം. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്ന ഓരോ രൂപയും നമ്മുടെ ഭാവി സെക്യൂർ ചെയ്യാനുള്ള സേവിങ്സിൽ നിന്നാണ് കുറയുന്നത് എന്ന് ഓർക്കുക. 4. എമർജൻസിക്ക് ഫണ്ടില്ലായ്മ. ചെറിയ പ്രശ്നത്തിന് വലിയ ബാധ്യത വരുത്തിവെക്കുന്നു. ജീവിതത്തിൽ ഏതു സമയത്തും ഒരു മെഡിക്കൽ എമർജൻസി, ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ജോബ് ലോസ് ഉണ്ടാകാം. സേവിങ്സ് ഇല്ലെങ്കിൽ ആദ്യ ഓപ്ഷൻ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഡബിൾ ചെലവാകും. ഇങ്ങനെ പലർക്കും ഒരു ചെറിയ എമർജൻസി വരുന്നത് ജീവിതകാലം മുഴുവൻ ബാധ്യതയാകാറുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ കുറഞ്ഞത് 3 മുതൽ 6 മാസം വരെയുള്ള മന്ത്ലി എക്സ്പെൻസസ് എമർജൻസി ഫണ്ടായി അക്കൗണ്ടിൽ വെക്കുക. അത് ഉപയോഗിക്കുന്നത് എമർജൻസിക്ക് വേണ്ടി മാത്രമാവണം. 5. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലായ്മ. അതായത് പണം ബാങ്കിൽ സേഫാണ്, പക്ഷേ വളർച്ചയില്ല. മലയാളികളുടെ ഒരു വലിയ ഭൂരിപക്ഷം ബാങ്ക് FDയിൽ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലാണ് പണം വയ്ക്കുന്നത്. കാരണം റിസ്ക് വേണ്ട, പണം സേഫായി ഇരുന്നാൽ മതി എന്ന മനോഭാവം കൊണ്ടാണ്. പക്ഷേ സേഫായി ബാങ്കിലിരിക്കുന്ന ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഇൻഫ്ലേഷനെ മാച്ച് ചെയ്യാറില്ല. അതായത് 10 വർഷത്തിനു ശേഷം നിങ്ങളുടെ 1 ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് പവർ ഇപ്പോഴത്തെ പോലെ ഉണ്ടാകില്ല. ഇതിൻ്റെ സൊല്യൂഷൻസ്: ബേസിക്സ് പഠിക്കുക, മ്യൂച്വൽ ഫണ്ട്സ്, SIP, സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡ് ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ്, റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്താൽ സേവിങ്സിന് വാല്യൂ വളരും. ഇതിൽ പുറമെ മലയാളികൾക്ക് സേവിങ്സ് കുറയാനുള്ള ചില എക്സ്ട്രാ കാരണങ്ങളുമുണ്ട്. ഡെപ്റ്റ് ട്രാപ്പ്, അതായത് ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ, ഇപ്പോൾ വാങ്ങാം പിന്നീട് അടയ്ക്കാം എന്ന് കരുതി ഇൻട്രസ്റ്റിൽ ഡബിൾ കൊടുക്കുന്നത്.
പിന്നെ ഇമ്പൾസ് ഷോപ്പിംഗ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് സെയിൽ ഓഫർ കണ്ടാൽ വാങ്ങും, പക്ഷേ ആവശ്യമില്ലാത്തതായിരിക്കും. മറ്റൊരു കാര്യം, പിയർ പ്രഷർ. കൊളീഗ് യൂറോപ്പിൽ പോയി നമ്മളും പോകണമെന്ന മനോഭാവം. ഈ ചെറിയ കാര്യങ്ങളാണ് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ ഫിനാൻഷ്യൽ ബേർഡനായി മാറുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. സമ്പന്നരാകുന്നത് വലിയ ഇൻകം കൊണ്ടല്ല, ഡിസിപ്ലിൻ കൊണ്ടാണ്. വരുമാനം 20,000 ആയാലും പ്ലാൻ ചെയ്ത് 2,000 സേവ് ചെയ്യുന്നവർ 2 ലക്ഷം വരുമാനമുണ്ടാക്കി 0 സേവ് ചെയ്യുന്നവരെക്കാൾ സെക്യൂറാണ്. ലൈഫ് സ്റ്റൈൽ കൺട്രോൾ, ബഡ്ജറ്റിംഗ്, എമർജൻസി ഫണ്ട്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇവയാണ് മലയാളികൾക്ക് പണം സെക്യൂർ ചെയ്യാനുള്ള 4 താക്കോലുകൾ. പണം ഉണ്ടാക്കുന്നത് മാത്രം പോരാ, പണം കൈവശം നിലനിർത്തുന്നതാണ് യഥാർത്ഥ സമ്പത്ത്.